അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ടി എന്റെ ബാലന്റെ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പരിഹാസവുമായി നടൻ സലീം കുമാർ. കേരളത്തിൽ വലിയ വികസനം എന്ന് പറഞ്ഞവരെല്ലാം ഭ്രാന്താശുപത്രിയിലാണ്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. ബാക്കി താനെടുത്തോ. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പയ്യനെ അന്വേഷിച്ചു തന്നു. എന്നിട്ട് എനിക്ക് പയ്യനെ കാണാൻ പറ്റി. ആശ്വാസമായി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമോ മതി. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിന് പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. എന്തിന്? അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു നിസ്സാരതല്ല പൈസ മുടക്കാൻ വേണ്ടി വന്നെയാണെന്ന് വിചാരിച്ചു. സ്വാഭാവികം. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായർ. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യകിരുന്നില്ലേ അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. സത്യമാണോ ഈ പറയുന്നത്? മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരൻ ടിവിയിൽ കോമഡി ഷോ അവതരിപ്പിക്കും. സത്യം പരമാത്രം. താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്നു, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് അത്. 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ടി എന്റെ ബാലന്റെ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ദ്രോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. പറയുന്നതെല്ലാം തള്ളാണെന്നും UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സലീം കുമാർ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.